ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ടാസ്ക്രിപ്റ്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു ടൈക്കോ പോപ്പ് NFT കളക്ട് ചെയ്യാനുള്ള ടാസ്കിൻ്റെ വീഡിയോ 500-ൽ താഴെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് വെക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, മിസ് ചെയ്യണ്ട. പിന്നെ ഇതല്ലാതെ ഇതിന് തൊട്ട് മുമ്പത്തെ ഈ ഏൺ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇപ്പോഴല്ല, നിങ്ങൾക്ക് വരും ദിനങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിലാണ് മനസ്സിലാവുക. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഡെയിലി ചെയ്യുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ ഒരു ആപ്പ് വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ട്, ബിറ്റ് കോയിൻ സത്തോഷീസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മിസ് ഔട്ട് ആകണ്ട. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിത് യൂസ്ഫുൾ ആക്കിയിരുന്നു. താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും കറണ്ട് ബില്ലോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആമസോണിൻ്റെ വൗച്ചേഴ്സ് വാങ്ങിയിട്ട് ആമസോണിൽ നിന്ന് ആ ബില്ലടയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മിസ് ഔട്ട് ആക്കേണ്ട. ആ ഒരു ട്രാൻസാക്ഷൻസിനൊക്കെ നിങ്ങൾക്ക് ഈ റിവാർഡ്സ് കിട്ടും. ഞാൻ ഏതായാലും ഒരു പ്രീപെയ്ഡ് കാർഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. പെട്രോൾ പമ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്യാവുന്നതാണ്. ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാർഡാണ്. ഞാൻ എൻ്റെ കാറിന് ഡീസൽ അടിക്കുന്നത് മാസം എങ്ങനെ പോയാലും 10,000-6,000 രൂപയ്ക്ക് ഡീസൽ അടിക്കണം. അപ്പോൾ പിന്നെ എനിക്കത് ഇവിടെ ഈ കാർഡ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ അത് കൂടാതെ 100x പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കോയിൻസ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-30 കോയിൻസിൻ്റെ ലിസ്റ്റാണ് ഇതിലുള്ളത്. അത് വെറും 1000 താഴെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നെക്സ്റ്റ് ബുൾ മാർക്കറ്റിൽ വലിയ പ്രോഫിറ്റ്സ് തരാൻ പോകുന്ന കുറച്ച് കോയിൻസാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ കോയിൻസ് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു അതിൽ നല്ല കോയിൻസ് ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഈ 3 വീഡിയോ മിസ്സാക്കണ്ട. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്, നിങ്ങൾ ഏത് ടൈപ്പ് ട്രേഡർ ആണെങ്കിലും, ഇപ്പോൾ ഡേ ട്രേഡർ ആണോ, സ്കാൽപ്പർ ആണോ, ഒരു ചെറിയ ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ആളാണോ, ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആളാണോ, സ്പോട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് പരിചയപ്പെടുത്താണ്. ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് സിഗ്നൽസ് എടുക്കാം, എന്നിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് സിഗ്നൽസ് വെച്ചിട്ട് ഞാനെല്ലാം ട്രേഡ് ചെയ്യാൻ പോകുന്നത് ബിറ്റ്മാർട്ടിലൂടെയാണ്. ഞാൻ യൂഷ്വലായിട്ട് ഇപ്പോൾ ബിറ്റ്മാർട്ടിലാണ് കൂടുതൽ ട്രേഡ്സ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു ബിറ്റ്മാർട്ടിൻ്റെ പാർട്ട്ണറായിട്ടുണ്ട്, KOL പാർട്ട്ണറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ബിറ്റ്മാർട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു BD ഉണ്ട്. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് ലിങ്ക് തീർച്ചയായും എടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ്. സൈനപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഡെപ്പോസിറ്റ് ബോണസ് കിട്ടും. അതുപോലെ കുറേ കോമ്പറ്റീഷൻസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ 2023 ആയിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അക്കൗണ്ട് എടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്, ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ഇത്ര രൂപ വെച്ചിട്ടാണ്, ഇത്ര ഡോളർ വർത്തായിട്ടുള്ള ബോണസ് അല്ല, USDT ആണ് കൊടുക്കുന്നത്. 2 ഇവന്റ് ആയിട്ടാണ് നടക്കുന്നത്. ഒരെണ്ണം ഫ്യൂച്ചേഴ്സ് ഫസ്റ്റ് ട്രേഡിംഗ് ബെനിഫിറ്റ്സ്, അതായത് ആദ്യമായിട്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് $10 വരെ കിട്ടുന്നതാണ്. അതായത് $300 ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് $5 മുതൽ $10 വരെ റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് $20,000 ആകുമ്പോൾ തീരും. അത് മൊത്തം $20,000 പ്രൈസ് മണി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് തീരും. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ ഉടനടി ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 5 മുതൽ 10 USDT വരെ റിവാർഡായിട്ട് കിട്ടുന്നതാണ്. രണ്ടാമത് ലക്കി ഡ്രോ ആണ്. $100 വരെ നിങ്ങൾക്ക് വിന്നേഴ്സിന് കിട്ടും. 300 വിന്നേഴ്സിനെയാണ് ഇവർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. $100 വെച്ചിട്ട് കൊടുക്കും. അതിന് നിങ്ങൾ 3000 USDT ട്രേഡിംഗ് വോളിയം കൊണ്ടുവരണം. അപ്പോൾ 3000 USDT ട്രേഡിംഗ് വോളിയം ഒക്കെ നിങ്ങൾക്ക് $100 കൂടി കൊണ്ടുവരാൻ പറ്റും. ഫ്യൂച്ചേഴ്സിൽ 10x ലെവറേജിൽ 3 ട്രേഡ് എടുത്താൽ തന്നെ $100 വെച്ചിട്ട് നിങ്ങൾക്ക് $3000 ട്രേഡിംഗ് വോളിയം കൊണ്ടുവരും. അപ്പോൾ ഇത് ലക്കി ഡ്രോ ആണ്. 300 ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നതാണ്. ഇത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. $300 ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് $5 മുതൽ $10 കിട്ടും. അതായത് ഏകദേശം $100 ഉണ്ടെങ്കിൽ നിങ്ങൾ 3x ലെവറേജിൽ ട്രേഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും. ഇത് പുതിയതായിട്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള ആൾക്കാർക്ക് ബാധകമല്ല. അപ്പോൾ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ റൂൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് പോയി നോക്കാവുന്നതാണ്. ഇതല്ലാതെ വേറൊന്നും കൂടി ഉണ്ട്, $10,000 വർത്തായിട്ടുള്ളത്. ഇത് ന്യൂ ഇയർ ഗിവ് അവേ ആണ്. പുതിയതായി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $50 മേലെ സ്പോട്ടിലോ ഫ്യൂച്ചേഴ്സിലോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് 100 ലക്കി വിന്നേഴ്സിനാണ് കിട്ടുന്നത്. $5 മുതൽ $177 വരെ. ഇതെല്ലാം ന്യൂ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. $7 മുതൽ $188 വരെ വർത്തായിട്ടുള്ള മിസ്റ്ററി ബോക്സ് റിവാർഡ്. ഇത് കിട്ടാനായിട്ട് നിങ്ങൾ $50 ബിറ്റ്മാർട്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള 100 പേർക്കാണ് ഇത് ഈ ഒരു മിസ്റ്ററി ബോക്സ് റിവാർഡ് കൊടുക്കുന്നത്. ഇത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണ്. പിന്നെ ഫ്യൂച്ചേഴ്സ് യൂസേഴ്സ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ് ഉണ്ട് $105 വരെ. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ട്രേഡിംഗ് വോളിയം അക്യുമുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് USDT ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. ആ ബോണസ് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ ടോപ്പ് യൂസേഴ്സിന് എക്സ്ട്രാ ബോണസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് റൂൾസോട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബിറ്റ്മാർട്ടുമായിട്ട് ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളവർക്ക് ട്രേഡിംഗ് കോമ്പറ്റീഷനൊക്കെ, അതായത് ഇപ്പോൾ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്ത ആൾക്കാർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ ടോപ്പ് ട്രേഡ് ചെയ്യുന്ന വോളിയം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് $100 പ്രൈസ് വീക്കിലി ഉള്ള പ്ലാനാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനടി അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ബിറ്റ്മാർട്ടിൽ എൻ്റെ ലിങ്ക് വഴിയാണ് സൈനപ്പ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് ടോപ്പ് ട്രേഡിംഗ് വോളിയം ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് $100 കിട്ടാം, $50. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പല പ്രൈസസ് നമ്മൾ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അത് വൺസ് അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകാം. ട്രേഡിംഗ് വ്യൂവിലാണ് ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണിച്ചിരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട് ഉണ്ടാവും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രീമിയം അക്കൗണ്ടും ഉണ്ട്, അതിന് കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പോൾ BTC ഞാൻ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ എടുത്തേക്കണത്. ഇത് നോർമൽ ക്യാൻഡിൽസ് ആണ്. ഇപ്പോൾ 16,730 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പിവോട്ട് പോയിന്റ്സ് ഹൈ ആൻഡ് ലോ, ലെക്സാൽഗോയുടെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 6932 ലെക്സാൽഗോ, ഇതാണ് ആദ്യത്തെ ആഡ് ചെയ്യേണ്ടത്. സ്റ്റാർ ചെയ്ത് വെക്കുക. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാനൽസ്, ഇതാണ് എടുക്കേണ്ടത്. ലോൺസമ്മിൻ്റെ ലെക്സാൽഗോ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനത് ലോൺസം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. പിവോട്ട് പോയിന്റ്സ് ഹൈ ആൻഡ് ലോ. അപ്പോൾ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ റെഡിൽ താഴത്തേക്കുള്ളതും ഗ്രീനിൽ അപ്പിലേക്കുള്ള കുറച്ച് ഐക്കൺസ് കാണാം. അപ്പോൾ ഇതിൽ എവിടേക്കാണ് സെൽ പോയിന്റ്സ്, എവിടേക്കാണ് ബൈ പോയിന്റ്സ് എന്നുള്ളതാണ് കാണിക്കുന്നത്. എപ്പോൾ ലോങ് എടുക്കണം, എപ്പോൾ ഷോർട്ട് എടുക്കണം, എപ്പോൾ സ്പോട്ടിൽ ബൈ ചെയ്യുകയാണെങ്കിൽ എവിടെ സ്പോട്ടിൽ ബൈ ചെയ്യണം, സ്പോട്ടിൽ സെല്ല് ചെയ്യുമ്പോൾ ഏകദേശം എവിടെ സെല്ല് ചെയ്യണം. സെല്ലിങ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. നിങ്ങൾ ലാഭത്തിലാണ് ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഇതിൽ സെല്ലിംഗ് പോയിന്റ്സ് കാണിച്ചിരുന്നു മാത്രം. ഇത് നിങ്ങൾക്ക് 5 മിനിറ്റിൽ നോക്കാം, 15 മിനിറ്റിൽ നോക്കാം, 1 മണിക്കൂർ ടൈം ഫ്രെയിമിൽ നോക്കാം, 4 മണിക്കൂർ ടൈം ഫ്രെയിമിൽ നോക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എടുക്കുന്നു ആ ടൈം ഫ്രെയിമിൽ തന്നെ ആ എക്സിറ്റ് സിഗ്നലിനും വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ലോങ് എടുത്തിട്ട് 1 അവർ ടൈം ഫ്രെയിമിൽ ഷോർട്ടിൻ്റെ സിഗ്നൽ നോക്കിയിരിക്കരുത്. അത് വർക്കൗട്ട് ആവില്ല. പിന്നെ എല്ലാ ട്രേഡ്സും 100% സക്സസ്ഫുൾ ആവണമെന്നില്ല. ഒരു ട്രേഡ്സും 100% സക്സസ്ഫുൾ അല്ല. അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ മാർക്കറ്റിൽ പെട്ടെന്നുള്ള ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ആർക്കും പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ലെവൽസും കാണിച്ചു. അപ്പോൾ അതായത് ഒരു സപ്പോർട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിക്ക് ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലേക്ക് വന്ന് ഇവിടെ കുറച്ച് നേരം കളിച്ചിട്ട് ഇവിടെ വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് മുകളിലേക്ക് പോയത്. അപ്പോൾ ഇത് കുറച്ച് സപ്പോർട്ട് ലെവൽസും വരയ്ക്കാൻ സഹായിക്കും, സപ്പോർട്ടും റെസിസ്റ്റൻസും. അപ്പോൾ അത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇതെടുത്തത്. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ സപ്പോർട്ട് ആൻഡ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാനൽസിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടത്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ കൂടി ഇട്ടപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ മേജറായിട്ടുള്ള സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് റെഡിലാണ് വെച്ചാൽ അപ്പോൾ ഇത് മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 1, 2, 3 പ്രാവശ്യം ഇവിടെ വന്ന് തട്ടിയിട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സപ്പോർട്ടുകളാണ്. ഇത് 1, 2, 3 ഇത് മേജർ സപ്പോർട്ടുകളാണ് ഇത് രണ്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ ആ സപ്പോർട്ട് റെസിസ്റ്റൻസും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരച്ചിடும். പക്ഷേ എല്ലാം ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. കുറച്ച് നിങ്ങളുടെ സ്കിൽസും കൂടി ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ നിങ്ങളെ സ്കിൽസും അതേപോലെ ട്രേഡ്സ് എടുക്കാൻ സഹായിക്കുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളെപ്പോൾ ട്രേഡ് എടുക്കണം, എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിങ്ങിലേക്ക് എത്താൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഇത് ഞാൻ BTCയിലും ഈത്തിലും മാത്രമേ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ. മറ്റേ ബാക്കിയുള്ളതിലും ചെയ്യാം. ആൾട്ട് കോയിൻസിൽ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. BTCയും ഈത്തുമാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. ഞാൻ കൂടുതൽ ട്രേഡ് ചെയ്യുന്നതും അത് രണ്ടിലും മാത്രമാണ്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈൻ്റെയും സെല്ലിൻ്റെയും സിഗ്നലിൻ്റെ ഈ ലൈൻ കണക്ട് ചെയ്തേക്കുന്നത് പോലും ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും പോലെയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ബൈ എടുത്തിട്ട് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ സാധാരണ സെല്ല് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത ആൾക്കാർക്ക് എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ സെൽ സിഗ്നൽ കിട്ടിയത് ഇവിടെ താഴത്തേക്ക് വന്നു. സെൽ സിഗ്നലിൻ്റെ ഇത് ബ്രേക്ക് ഔട്ടായേ പോയിട്ടില്ല. ഇത് ബ്രേക്ക് ഔട്ടായി പോയപ്പോൾ വീണ്ടും ഇവരുടെ ഈ ഒരു പോയിന്റിൻ്റെ മുകളിലേക്ക് പോയി. അപ്പോൾ ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസും പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 100% ഇത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റില്ല എന്നല്ല. പക്ഷേ ഇതിനെ മാത്രം റിലേ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാതിരിക്കരുത്. നിങ്ങളും കുറച്ച് പ്രാക്ടിക്കലായിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ വരച്ച് നോക്കുക. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്നൊക്കെ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഇത്രയും വലിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നിന്ന് എടുത്ത് സപ്പോർട്ട് എടുത്ത് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ഇത് വീണ്ടും സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് പോയി. ഇവിടെ സപ്പോർട്ട് എടുത്തു. ഇപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. ഇവിടം വരെ എത്തി. ഇത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ അനാലിസിസും നിങ്ങളുടേതായ സ്റ്റഡിയും വെച്ച് നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. ഇതൊക്കെ നിങ്ങളെ ആ ഒരു ട്രേഡിങ്ങിലേക്ക്
എത്തിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് ഞാൻ പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും നോക്കാതെ ട്രേഡ് എടുക്കാറുണ്ട് ചില സമയത്ത്. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രം വെച്ചിട്ട് ഞാൻ ട്രേഡ്സ് എടുത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറേ വീഡിയോസ്, കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ന്യൂസ് ബേസ്ഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ഡേ ട്രേഡോ സ്കാൽപ്പോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് മറക്കണ്ട. ഇതിൽ എക്സാൽഗോഡയും ഇത് ലോൺസം എന്ന് പറഞ്ഞ ആളുടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാനൽസ്. ഈ എക്സാൽഗോഡയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ്, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്നൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോട്ടോ സ്കാൽപ്പോ ഡേ ട്രേഡിങ്ങോ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഏത് ചെയ്യണം എന്നുള്ളത്, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എപ്പോൾ ട്രേഡ് എടുക്കണം എന്നുള്ളതൊക്കെ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരാൻ സഹായിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ കുറേ നോക്കി. നോട്ടിഫിക്കേഷൻസിൻ്റെ തരാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ടെലഗ്രാം ഗ്രൂപ്പിൽ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് കൂടി ഈ ഒരു സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡ്സ് ഇതിൽ ഫുൾ ടൈം നോക്കിയിരിക്കാതെ കിട്ടാവുന്നതാണ്. ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ നോക്കിയിരുന്നിട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും. സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആക്കി. ഇതിപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. ഇത് മാറ്റിയിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് നോക്കി നോക്കാം. ഇതിൽ നോക്കിയാലും കാണാം സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളുടെ എണ്ണം കൂടി, എന്നിട്ട് എവിടേക്കാണ് ട്രേഡ് എടുത്തത്. ഇവിടെ നിന്ന് ഒരു ഷോർട്ടാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അത് അവിടം വരെ വന്നു പോയിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടം വരെ എത്തി. ഇത് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിന് എല്ലാത്തിനും സഹായിക്കും. 5 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും 1 മണിക്കൂറായാലും എല്ലാത്തിനും നിങ്ങൾക്ക് അതിൻ്റേതായ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ടൈം ഫ്രെയിം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ്സിൻ്റെ എണ്ണം കുറയുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട്, ഇത് ലോങ്, ഇപ്പോഴും ലോങ്ങിലാണ്. 1 hour ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്തെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ ലോങ് പൊസിഷൻസ് എക്സിറ്റ് ആയിട്ടില്ല. പക്ഷേ നിങ്ങളൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ട്രേഡ് ഇവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുന്നോ ആ എക്സിറ്റ് പോയിന്റും നിങ്ങൾ അതേ ടൈം ഫ്രെയിമിൽ നോക്കണം. മാറ്റി നോക്കരുത്. അത് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ചാൻസസ് ഉണ്ടാവാം. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ പ്രോഫിറ്റിനനുസരിച്ച്. അപ്പോൾ ആ സീനില്ല. പിന്നെ ഞാൻ എപ്പോഴും ഈ ട്രേഡ്സ് ഫുള്ളി ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കരുത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ട്രേഡ്സ് എടുക്കാനുള്ളത് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണിലാണ് ഈ ഒരു മാർക്ക് വരണമെങ്കിൽ ധൈര്യമായിട്ട് ട്രേഡ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എടുക്കാൻ ട്രേഡ്. ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സിഗ്നൽ കാണിച്ചു. ഇവിടെ നിന്ന് റിസ്ക് ആണ് ട്രേഡ് എടുക്കൽ. എപ്പോഴൊക്കെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നുണ്ടോ അവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നതാവും ഏറ്റവും ബെറ്റർ. ഇത് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു. അവിടെ നിന്ന് ഷോർട്ട് എടുത്തവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. കാരണം ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സും കൂടി നോക്കുക, എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണെന്നുള്ളതൊക്കെ. അപ്പോൾ എപ്പോഴൊക്കെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് അടുത്താണ് ഈ സിഗ്നൽസ് വരുന്നത്, അപ്പോഴായിരിക്കും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽ. ഇത് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഡേ ട്രേഡിങ്, സ്കാൽപ്പിംഗ്, ഫ്യൂച്ചേഴ്സ്, സ്പോട്ട് എല്ലാം ചെയ്യാവുന്നതാണ്. സ്പോട്ടിൽ ഒറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. എക്സിറ്റ് ഇവിടെ നിന്നാവാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഒരു ബൈ സിഗ്നൽ വരെ വെയിറ്റ് ചെയ്യണം. സ്പോട്ടിൽ അതേ ഉള്ളൂ. ഫ്യൂച്ചേഴ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾക്ക് ബിറ്റ്മാർട്ടിൽ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കുറേ കോമ്പറ്റീഷൻസ് ഉണ്ട്. അത് യൂസ്ഫുൾ ആക്കുക. പിന്നെ അതല്ലാതെ ബിറ്റ്മാർട്ടിൽ നമ്മുടെ ലിങ്ക് വഴി കയറിയിട്ട് സൈനപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്നെ മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയോട് പറഞ്ഞത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ട്രേഡിംഗ് ലിങ്കും ഈ ഒരു പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഒരു ഷോർട്ടിനുള്ള ചാൻസസ് ഉണ്ടാവും. മിക്കവാറും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈവ് ആയിരിക്കുമ്പോഴേക്കും BTCയിൽ ഒരു ഷോർട്ടിനുള്ള ചാൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ഏതായാലും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ ലൈവ് ആക്കാൻ പറ്റുമെങ്കിൽ ലൈവ് ആക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എടുത്തേക്കുന്നത്. വീഡിയോ ലൈവ് ആകുമ്പോഴേക്കും ചിലപ്പോൾ ഈ ഒരു ഷോർട്ട് പൊസിഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 16,700 16,800 റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് പൊസിഷൻ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല. നമുക്കത് വെയിറ്റ് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ബിറ്റ്മാർട്ടിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. യൂസ്ഫുൾ ആക്കുക. ഇതുകൂടാതെ നമ്മൾ വളരെ ഏർലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ റെഗുലർ വീഡിയോസ് അല്ലാതെ ഞാൻ നോർമലായിട്ടുള്ള രീതിയിൽ വേറെ ടൈമിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓൾറെഡി അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഷൂട്ടിംഗ് അല്ല, അതിൻ്റെ പേപ്പർ വർക്ക് കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ കോഴ്സ് കവർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഉടനടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫാമിലിയിലെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ക്രിപ്റ്റോയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, തീരെ അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ കോഴ്സ് വന്ന ഉടനെ അതും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ അവർക്ക് ബിഗിനേഴ്സ് എന്ന രീതിയിൽ തുടങ്ങാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമേ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.